ഇവിടെ നിക്കുന്നു. മക്കളെ ഉണ്ടെന്ന് നോക്കൂ. ഇല്ല പറഞ്ഞ ഇവിടെ ഇല്ല. മക്കളെ കണ്ണു തുറന്നേ, കയ്യൊന്നും എടുത്ത് കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്. ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. പറു തോന്നിയതായിരിക്കും. അല്ല, ഏയ് സത്യമായിട്ടും ഇല്ല. ഞാൻ ഇത്ര നേരം ആളതിന്റെ കൂടെ ആയിരുന്നല്ലേ. അതിന്റെ ഇടയ്ക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാനുള്ള ടൈം ഗ്യാപ്പ് ഒന്നും കറക്റ്റ് ആവൂല. അല്ലെന്ന് ഞാൻ ഇല്ല. பாரு இங்க யாரும் இல்ல. உனக்கு நான் புட்டும் கடலையும் எடுக்கட்டா? ഈ സിറ്റുവേഷനായിട്ട് ഒരു മാച്ച് ആവത്തില്ലല്ലോ. என்னடா இது, அவ சின்ன புள்ள தானே, பசிக்கும்ல. എനിക്കൊന്നും വേണ്ട എന്റെ അമ്മൂമ്മ. ഞാൻ ശരിക്കും കണ്ട ആ അമ്മൂമ്മ ഇവിടെ നിക്കുന്നത്. കേശുവെ നല്ല പേടി തട്ടിട്ടുണ്ട് കേട്ടാ കുട്ടിക്ക്. ഇനി അമ്മ என்ன செய்வோம்? നമുക്കേ ഒരു സിദ്ധനെ കണ്ട് ഒരു ചരട് ജപിച്ച് കിട്ടിയാലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കേ ഒരു ഡോക്ടറെ കാണാൻ പോവാം. വേണ്ട. എങ്കിൽ പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. വേണ്ട വേണ്ട, നമ്മക്കെല്ലാവർക്കും കൂടെ അങ്ങ് പടവലത്തോട്ട് പോവാം. എവിടെയും പോണ്ട, എല്ലായിടത്തും അമ്മൂമ്മ കാണും. മക്കളെ അമ്മൂമ്മയൊന്നും ഇല്ല, മക്കൾക്ക് പേടിച്ചോണ്ട് തോന്നുന്നതാണ്. മക്കള് കുറച്ചേരം കിടന്നുറങ്ങേ, അപ്പൊ എല്ലാം ശരിയാവും കേട്ടാ. ആണോ? ആ, ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കണോ? വേണ്ട, കേശവൻ ഇരുന്നാ മതി. നീ കുഞ്ഞിന്റെ അടുത്തിരിക്കണേ. ചേട്ടാ, ഞാൻ ഉറങ്ങി കഴിഞ്ഞാലും ചേട്ടൻ പോവല്ലേ. ചേട്ടനോട് ഇരുന്ന് കഴിഞ്ഞാ എന്നെ പേടിപ്പിക്കാൻ ആരും വരത്തില്ല. ചേട്ടനുണ്ടെങ്കി എനിക്കൊരു ധൈര്യ. മക്കളെ സംഭവേ ഒരു അമ്മൂമ്മ വന്നല്ലേ മക്കളെ പേടിപ്പിച്ചേ. ആ അമ്മൂമ്മയായിട്ട് വേഷം കെട്ടി വന്ന ചേട്ടനാ. സത്യമായിട്ടും മറ്റേ അയച്ചു വെച്ച വിഗും സാരിയൊക്കെ ഇട്ടിരിപ്പുണ്ട്. അമ്മൂമ്മയുടെ സാരി എടുത്തിട്ട് വന്നേ. മക്കളെ സംഭവം എന്താന്ന് വെച്ചാലേ, ഇതിപ്പം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് പോയല്ലെന്ന്. അതിന്റെ കാരണം എന്തുവാ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാമ്പ് കാണും, പിന്നെ ചതുപ്പാണ്, പാറമടയാണ്. നമുക്ക് കൊല്ലം പറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കൂ. അപ്പോ മക്കള് അപ്പൊ അമ്മൂമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യണം, നീ വിളിച്ചോണ്ട് പോകുമ്പോ 2 അടിയൊക്കെ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അടിക്കാൻ മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച കുഴപ്പമൊന്നും കാണൂലെന്ന്. ശരി, ഇങ്ങനെ ഒന്ന് അവസാനിക്കുന്നത് ഞാൻ കണ്ട. സോടാ ചേട്ടൻ സോറി ഒന്നും പറയണ്ട. ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയണ്ടല്ലേ ചേട്ടനെ പേടിപ്പിച്ചേ. കുഴപ്പമില്ല, ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല. ഉറപ്പാണ്? എന്നാ എന്റെ മകള് കിടന്നു. മകളെ പേടിക്കണ്ട, മാടനും ഇല്ല, മറുതിയില്ല, ഒരു അമ്മൂമ്മയില്ല. ഓക്കെ, അത്രേ ഉള്ളു. ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ കിടന്നു. ചേട്ടാ, ചേട്ടന് അമ്മൂമ്മയുടെ വേഷമില്ലേ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അതിപ്പോ ആലോചിക്കുമ്പോഴേ എനിക്ക് ചിരി വരും. മുമ്പ് കിളവൻ കേശു, കിളവ് കേശു.